ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സ്റ്റിക് കൃഷ്ണസൂര്യ മലയാളം ടാരോ. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഓണത്തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഓണനാളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സന്ദേശം എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും തന്നെ റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. എല്ലാവരും കാമായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ഇരിക്കുക. നിങ്ങളുടെ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു സന്ദേശം തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം ഈ ഓണനാളിൽ നിങ്ങളെ തേടിയെത്തുന്ന സന്ദേശം എന്തായിരിക്കുമെന്ന്. നമുക്ക് ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വാൺസ്, ജസ്റ്റിസ്, ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് സോഡ്സ്, ദ ഡെത്ത്, ദ മൂൺ. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് സോഡ്സ് ആണ് കേട്ടോ. ഇത്രയും കാർഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഓണനാളിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ എനർജി തന്നെ ഇമോഷണലി മെച്ചുർ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ്, ഒരുപാട് ഫീലിങ്സ് ഉള്ള ഒരാൾ, പക്ഷെ ഫീലിങ്സ് പുറത്ത് കാണിക്കാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കും കേട്ടോ. അവരിൽ നിന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. പിന്നെ 8 ഓഫ് വാൺസ് ആണ് നെക്സ്റ്റ് കാർഡ് കേട്ടോ. ഇവിടെ മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ വളരെ ശക്തമാണ് കേട്ടോ. വേഗത്തിൽ വരുന്നൊരു കോള്, മെസ്സേജ് അല്ലെങ്കിൽ ഒരു ന്യൂസ് അപ്ഡേറ്റ് എന്നിവയുടെ എനർജിയാണ് കേട്ടോ. കിങ് ഓഫ് കപ്സിനൊപ്പം വന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരുന്നത്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ക്ലാരിറ്റി വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു സത്യം തെളിയുന്നു. നാളുകളായിട്ട് അൺക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യത്തിൽ സത്യം അറിയുക, ഒരു ഡിസിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും തങ്ങളുടെ ഭാഗം തുറന്നു പറയുക എന്ന രീതിയിലും വരാം കേട്ടോ. അപ്പം നിങ്ങൾ ചിലപ്പം അറിയാനായിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം അത് പുറത്തു വരുന്ന സത്യം അവർ തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നു എന്നും വരാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൺസ് ആണ് കേട്ടോ. ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട്, പുതിയൊരു സ്റ്റാർട്ടിങ്, ഒരു സ്പാർക്ക്, അതിനുള്ളൊരു സ്പാർക്കാണ് കേട്ടോ. റിലേഷൻഷിപ്പിലാണെങ്കിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു എനർജി കേട്ടോ. കരിയറിലാണെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ് അതൊക്കെ ഉണ്ടാവാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതും 8 ഓഫ് വാൺസ്, 8 ഓഫ് പെൻഡക്കിൾ ഒക്കെ നല്ല കാർഡുകളാണ് കേട്ടോ. ഇതും വളരെ നല്ലൊരു കാർഡാണ്. ഏസ് ഓഫ് വാൺസിന്റെ എക്സൈറ്റ്മെന്റിന് പിന്നാലെ തന്നെ ഒരു റിയൽ ടാങ്കബിൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നു കേട്ടോ. ഒരു ജോബ് ഓഫർ, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, ന്യൂ പ്രൊജക്റ്റ്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബിഗിനിങ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് കേട്ടോ. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ റിലേഷൻഷിപ്പ്, ഇവിടെ 2 കാർഡുകൾ വന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തന്നെയുള്ളതായിരുന്നു കേട്ടോ. ഇമോഷണലി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് വരുന്ന മെസ്സേജ്. അപ്പോൾ ഇവിടെയും അത് തന്നെ വായിക്കാം കേട്ടോ. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു തുടക്കം എന്നും കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കേട്ടോ. ഇവിടെ കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യുമെന്നാണ് കാണുന്നത്. ഒരു സഡൻ മെസ്സേജ്, ഫോൺ കോള്, ഡയറക്റ്റ് കോൺവെർസേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്ന എനർജിയൊക്കെ വീണ്ടും ശക്തമായിട്ട് കാണുന്നു. പക്ഷേ നൈറ്റ് ഓഫ് സോഡ്സ് എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ബ്ലണ്ട് അല്ലെങ്കിൽ ഇമ്പൾസീവും ആയിരിക്കാം. അതുകൊണ്ട് വരുന്ന മെസ്സേജ് കേട്ടിട്ട് ഉടൻ തന്നെ
ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യരുത് കേട്ടോ. ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കുക, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പഴയ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ, പഴയ പാറ്റേൺ അത് അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ഫേസിലേക്ക് മാറുക എന്നാണ് കേട്ടോ. പുതിയൊരു ഫേസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ അവർ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാകാം എന്നാണ് പറയുന്നത് കേട്ടോ. അവർ സത്യം തുറന്ന് പറയാം. അപ്പോൾ ആ പഴയ രീതിയിലുള്ള ആ പാറ്റേൺ അവസാനിച്ചു, അത് ആ സൈക്കിള് പൂർത്തിയായി. ഇനി ഒരു പുതിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മൂണാണ്. അപ്പോൾ ഇത് മാറ്റം നടക്കുമ്പോഴും അവർ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് സത്യം തുറന്ന് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതുവരെ അൺക്ലിയർ ആയിട്ട് ഇരുന്നായിരുന്ന കാര്യം ഇപ്പോൾ ക്ലിയർ ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിരുന്നാലും ഇവിടെ മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ അവർ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിരിക്കാം. അത് അവരുടെ പേടിയും കൺഫ്യൂഷനും അസംഷനൊക്കെ ഉണ്ടാകാം അവർക്ക്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർ മുഴുവനും തുറന്നു പറയണമെന്നില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ അവർ മൂടി വെച്ചേക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെ തുറന്നു പറയുള്ളൂ കേട്ടോ. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. ഇത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസിൽ നിന്ന് സ്ലോലി നിങ്ങൾ കാമായിട്ടുള്ള ഫേസിലേക്ക് മൂവ് ഓൺ ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവർ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. നിങ്ങളെ വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ള നല്ല സാധ്യതകളാണ് ഈ കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ, സത്യം തുറന്നു പറയൽ, പുതിയൊരു തുടക്കം, ഇവിടെയും ഒരു നല്ല സ്പാർക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് മെസ്സേജോ ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ ചെയ്യാനുള്ള, കോളൊക്കെ ചെയ്യാനുള്ള സാധ്യത, ഒരു പുതിയ പഴയ പാറ്റേൺ വിട്ട് പുതിയൊരു സ്റ്റേജിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെയാണ് കാണുന്നത്. കുറച്ച് കാര്യങ്ങൾ എന്നാലും മറഞ്ഞിരിക്കും, അവർ മറച്ചു വയ്ക്കും, മുഴുവൻ തുറന്നു പറയാൻ സാധ്യത കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ പ്രഷർ, സ്ട്രെസ്സ് അതൊക്കെ കുറയും. ആ പഴയ വിഷമത്തിൽ നിന്ന് നിങ്ങൾ മാറും, ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ നീങ്ങും എന്നാണ് ഈ കാർഡും സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓണനാളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ന്യൂസ് അപ്രതീക്ഷിതമായിട്ട് എത്താം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. അതിനൊപ്പം ഒരു പുതിയ തുടക്കത്തിനുള്ള വാതിലും തുറക്കുന്നു. ആ പഴയ സർക്കിൾ അവസാനിപ്പിച്ച് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ, അതായത് പുതിയൊരു പാതയിലേക്ക്, ശരിയായ പാതയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാണ് ഈ സ്പ്രെഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓണായിട്ട് നല്ലൊരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം അല്ലേ. നമ്മൾ കുറച്ച് ക്ലൂസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലൂ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ക്ലൂ റെയിൻബോ. അടുത്ത ക്ലൂ N എന്ന ലെറ്ററാണ്. കർക്കിടക മാസം വന്നിട്ടുണ്ട് കേട്ടോ. 1976 പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 1978 വന്നിട്ടുണ്ട്. 1975 വന്നിട്ടുണ്ട്. 39 S എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. K എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 555 ഏഞ്ചൽ നമ്പറാണ് കേട്ടോ. അപ്പോൾ ക്ലൂസിലൊന്നും കണക്ട് ചെയ്യാത്തവർ ഈ ഏഞ്ചൽ നമ്പർ ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിന് താങ്ക്സ് അറിയിക്കണേ. 37 വന്നിട്ടുണ്ട് കേട്ടോ. രോഹിണി നക്ഷത്രം. M എന്ന ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. M. 29 ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. ഇടുക്കി ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. S എന്ന ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ.
222 ഏഞ്ചൽ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട്. ചിത്തിര നക്ഷത്രം വന്നിട്ടുണ്ട് കേട്ടോ. ബി എന്ന ലെറ്ററാണ് ലാസ്റ്റ് ക്ലൂ. അപ്പോൾ ഈ ക്ലൂസും സിറ്റുവേഷൻസും എനർജീസും ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. യൂണിവേഴ്സിന് താങ്ക്സ് അറിയിക്കാനും മടി കാണിക്കരുത്. അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്